എനിക്കെന്റെ മതം വിശ്വസിക്കുവാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ മതം വിശ്വസിക്കുവാനും ആചരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ മതത്തിന്റെ ചിഹ്നങ്ങളും ഐഡന്റിറ്റിയും കാത്തുസൂക്ഷിക്കുവാനുള്ള അധികാരവും അവകാശവുമുണ്ട്. പക്ഷേ എനിക്കെന്റെ മതം സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ളതോടൊപ്പം തന്നെ എൻ്റെ സഹോദരന് മറ്റൊരു മതം വിശ്വസിക്കുവാനും അത് പ്രാക്ടീസ് ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഇവിടെ ജീവിക്കേണ്ടത്. എനിക്ക് എൻ്റെ മതം മാത്രം മതി, മറ്റുള്ളവരിവിടെ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന ഒരു ധാർഷ്ട്യ സ്വഭാവം, അഹന്തയുടെ സ്വഭാവം ഇവിടെ വളർന്നു വരാൻ പാടില്ല. ഈ രാജ്യത്തിന്റെ ശില്പികള് മതനിരപേക്ഷതയാണ് ഈ രാജ്യത്തിന്റെ അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതവിശ്വാസവും ഒക്കെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ്, അത് പ്രദർശിപ്പിക്കുവാനുള്ള പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഒരു ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ലോകത്ത് നമ്മൾ യുദ്ധങ്ങളും സംഘർഷങ്ങളും കാണുന്നു. യുദ്ധങ്ങളും സംഘർഷങ്ങളും ബാക്കി വെക്കുന്നത് എന്താണ്? നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ നഷ്ടമാകുന്നു, സ്വത്ത് നഷ്ടമാകുന്നു, അവരുടെ നാട് നഷ്ടപ്പെടുന്നു, പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ അവർ കെട്ടിപ്പടുത്തിട്ടുള്ള നാഗരികത നഷ്ടമാകുന്നു. അവർ 19 വർഷത്തെ പിന്നാക്കാവസ്ഥയിലേക്ക് തള്ളപ്പെടുന്നു എന്നല്ലേ ഓരോ യുദ്ധങ്ങളും നമുക്ക് നൽകുന്ന സന്ദേശം? 2 ലോകമഹായുദ്ധങ്ങള് ലോകത്തിന് എന്താണ് സമ്മാനിച്ചത്? ഒരുപാട് കൂട്ടക്കുരുതികളല്ലാതെ മറ്റൊന്നും തന്നെ ലോകത്തിന് ഈ മഹായുദ്ധങ്ങളൊന്നും സമ്മാനിച്ചിട്ടില്ല. പല രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഫലസ്തീനിൽ നമ്മൾ കൂട്ടക്കുരുതി കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ഏകപക്ഷീയമായ കൂട്ടക്കുരുതിയാണ്. അതൊരു യുദ്ധം എന്ന് പോലും പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള മനുഷ്യക്കുരുതിയാണ് അവിടെ നടക്കുന്നത്. മറ്റൊരു ഭാഗത്ത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ്. ഈ അടുത്തിതാ പാകിസ്ഥാനും അതുപോലെ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള യുദ്ധങ്ങൾ ആരംഭിച്ച വളരെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ആഭ്യന്തര കലഹങ്ങളും ഗോത്രകലഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനുഷ്യ ജീവിതത്തിന്റെ ആവാസ വ്യവസ്ഥയെ പരിക്കേൽപ്പിക്കുകയാണ്, പ്രകൃതിയെ പരിക്കേൽപ്പിക്കുകയാണ്. എത്രമാത്രം ബോംബുകളാണ് ഇവിടെ വീണുകൊണ്ടിരിക്കുന്നത്. കടലിലും കരയിലും ഒക്കെ തന്നെയും നാശം വിതച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പട്ടിണി കൊണ്ട് മരിച്ചു വീഴുമ്പോ ആ ഭാഗങ്ങളിലേക്ക് നീങ്ങേണ്ട കപ്പലുകളിൽ നിറയെ, അല്ലെങ്കിൽ ധാന്യങ്ങളുമായി നീങ്ങേണ്ട കപ്പലുകളിൽ നിറയെ അപരനെ നശിപ്പിക്കുവാനുള്ള ആയുധങ്ങളുമായിട്ടാണ് കടലിലൂടെ കപ്പലുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വിമാനങ്ങളിൽ വലിയ ധാന്യങ്ങൾ എത്തിക്കേണ്ടതിന് പകരം യുദ്ധവിമാനങ്ങളാണ് നമ്മുടെ ആകാശത്ത് വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മനുഷ്യന്റെ ആർത്തിയും ലോകം കീഴടക്കുവാനുള്ള ത്വരയും അധീനപ്പെടുത്തുവാനുള്ള അഹങ്കാരവും ഒക്കെയാണ് ഇതിന്റെ പിന്നിലെന്ന് സുതരാം ബോധ്യമാവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ആദരണീയരായ കേരള നദുവത്തുൽ മുജാഹിദീന്റെ നേതാക്കളായ എച്ച് മുഹമ്മദ് ബാബു സേഠ്, നൂർ മുഹമ്മദ് നൂർ ഷാ, എം സലാഹുദ്ദീൻ മദനി, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ റഷീദ് സേഠ് അടക്കമുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെ പോഷക ഘടകങ്ങളുടെയും നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാർ, മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദുവത്തുൽ മുജാഹിദീൻ ഭീകരതയ്ക്കെതിരെ സമാധാന സാക്ഷ്യം എന്ന തലക്കെട്ടിൽ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കൊച്ചിയിൽ ഇങ്ങനെ ഒരു സമ്മേളനം ഒരുക്കിയിരിക്കുന്നത്. സമാധാനത്തിൻ്റെ സന്ദേശം സമൂഹത്തിൽ പ്രസരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. ഈ സമൂഹത്തിലെ എല്ലാവരും, സമാധാനം കെടുത്തുന്ന ആളുകൾ പോലും ആഗ്രഹിക്കുന്നത് സമൂഹത്തിൽ സമാധാനം നിലനിൽക്കണമെന്നാണ്. വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലുമെല്ലാം സമാധാനം നിലനിൽക്കുമ്പോഴാണ് സമാധാനവും സ്വാസ്ഥ്യവും നിറഞ്ഞ ഒരു നാടുണ്ടാകുന്നത്.
അവിടെയാണ് വളർച്ചയും വികാസവും ഉണ്ടാകുന്നത്. അവിടെയാണ് മനുഷ്യർ തമ്മിലുള്ള സഹവർത്തിത്വവും സഹകരണവും സാഹോദര്യവുമെല്ലാം നിലനിൽക്കുന്നത്. ഇതാണ് മനുഷ്യന്റെ സർവതോന്മുഖമായ വളർച്ചയും വിജയവും, അല്ലെങ്കിൽ അതാണ് മനുഷ്യന്റെ വിജയങ്ങളുടെ അടിപ്പടവ് എന്ന് പറയുന്നത്. സമാധാനവും സ്വസ്ഥതയും നശിപ്പിക്കുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്, സായുധ സംഘങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്, വികൃത മനസ്സുകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്, കാര്യലാഭങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകളിൽ നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ മഹാഭൂരിപക്ഷം വരുന്ന സമാധാനകാംക്ഷികളായ ആളുകൾ നാട്ടിൽ സമാധാനം നിലനിൽക്കുന്നതിന് വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്നവരാണ്. അതിൻ്റെ ഒരു അടയാളമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. പതിറ്റാണ്ടുകളായി ഈ നാട്ടിൽ സഹവർത്തിത്വവും സാഹോദര്യവും സ്നേഹവും നിലനിൽക്കുന്നു. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനുമൊക്കെ ഏകോദര സഹോദരങ്ങളെപ്പോലെ അവരുടെ മതവിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിച്ചുകൊണ്ട് അവർ ഈ സമൂഹത്തിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെയെങ്കിലും ആശയങ്ങളോ ആദർശങ്ങളോ മറ്റുള്ളവർക്ക് ശല്യമോ ശാപമോമായി തീരാറില്ല. ആരുടെയെങ്കിലും ആരാധനാലയങ്ങളോ ആരാധനകളോ മറ്റു മതവിഭാഗങ്ങളിലെ ആളുകൾക്ക് ശല്യമോ ശാപമോ ആയി തീരാറില്ല. ഓരോരുത്തരും അവരുടെ മതത്തിൻ്റെ ഐഡന്റിറ്റിയും ആദർശവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇവിടെ സാഹോദര്യവും സഹവർത്തിത്വവും നിലനിൽക്കുന്നത്. ഇവിടെ പ്രത്യേകമായ ഗല്ലികളില്ല. വർഗീയത ആളിക്കത്തിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളെപ്പോലും പരാജയപ്പെടുത്തുന്നവരാണ് ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും. വർഗീയതയുടെ ഒരു കനൽ കാണുമ്പോഴേക്ക് അതെടുത്തു കളഞ്ഞ് കെടുത്തിക്കളയുന്ന ഒരു പ്രകൃതമാണ് കേരളത്തിൽ എന്നും ഉണ്ടായിട്ടുള്ളത്. പല സന്ദർഭങ്ങളിൽ കേരളത്തെ കത്തിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും തന്നെ കേരളത്തിലെ ഈ സാഹോദര്യമോ സഹവർത്തിത്വമോ നശിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത്. അത് സന്തോഷകരമായൊരവസ്ഥയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ അവിടെ ഭീകരതയുടെയും തീവ്രവാദത്തിൻ്റെയും വംശീയതയുടെയും ഒക്കെ ഭീകരമായ അടയാളങ്ങളും അതുപോലെ ഭീകരമായ സംഘർഷങ്ങളുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഭീകരത എന്ന് പറയുന്നത്? മനുഷ്യരുടെ സ്വൈര ജീവിതത്തിന് വിഘാതമായി നിലനിൽക്കുക എന്നുള്ളത് തന്നെ. നിരപരാധികളായ മനുഷ്യരെ ഭയപ്പെടുത്തുക, നിരപരാധികളായ മനുഷ്യരെ കൊല്ലുക, അവരുടെ സ്വത്ത് കൊള്ളയടിക്കുക, അവരുടെ സ്വസ്ഥ ജീവിതത്തിന് തടസ്സം നിൽക്കുക, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക, ഈ പ്രകൃതിയുടെ സമതുലനാവസ്ഥയും സന്തുലനാവസ്ഥയും തകർക്കുക, ഇതൊക്കെ തന്നെയും ഭീകരതയാണ്. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യാവകാശ സംഘങ്ങളും രാജ്യങ്ങളും വിവേകമതികളും മതങ്ങളുമെല്ലാം തന്നെ ലോകത്തോട് പറയുന്നു, ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത് മനുഷ്യർ സമാധാനത്തിൽ വസിക്കുമ്പോഴാണ്. സമാധാനം നശിക്കുമ്പോൾ നമ്മുടെ നാട് നശിക്കുന്നു, മനുഷ്യർ നശിക്കുന്നു, അവരുടെ വാസസ്ഥലങ്ങൾ നശിക്കുന്നു, അവർക്ക് അവരുടെ ചുറ്റുപാടുകൾ നശിക്കുന്നു. അതുകൊണ്ട് സ്വയം നാശത്തിലേക്ക് നിങ്ങൾ എടുത്തു ചാടരുത് എന്നാണ് മാനവതയുടെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പോലും മനുഷ്യരോട് പറയുന്നത്. ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്, അന്യായമായി കൊണ്ട് നിങ്ങൾ ആളുകളെ ഭയപ്പെടുത്തരുത്, അവകാശങ്ങൾ ലംഘിക്കാൻ പാടില്ല. അവകാശങ്ങൾ എന്നുള്ളത് ദൈവം ഓരോ മനുഷ്യർക്കും നൽകിയതാണ്. ആ അവകാശങ്ങളെ മാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും റെസ്പെക്ട് ചെയ്തുകൊണ്ടുമാണ് നിങ്ങളിവിടെ ജീവിക്കേണ്ടത് എന്നാണ് മതങ്ങൾ നമ്മോട് പറയുന്നത്. ഓരോ മതത്തിൻ്റെ അനുയായികളും മറ്റുള്ള മതത്തെ കൂടി തിരിച്ചറിയുമ്പോഴാണ് ഇവിടെ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കുന്നത്. പലപ്പോഴും മതങ്ങളെക്കുറിച്ചുള്ള ഊഹങ്ങളും കെട്ടുകഥകളും ഇല്ലാ കഥകളുമൊക്കെയാണ് നാം മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇല്ലാ കഥകളിലും ചരിത്ര കഥകളിലും ഊഹങ്ങളിലുമൊക്കെ അകപ്പെട്ടുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ സംശയക്കണ്ണോടുകൂടി കാണുന്ന ദാരുണമായ ദുരന്തപൂർണമായ സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നു. അതുകൊണ്ട് ഭീകരതയും തീവ്രവാദവും മാനവതയുടെ ശത്രുവാണ്.
മനുഷ്യർക്കത് ഭീഷണിയാണ്. മാനവരുടെ ജീവിതത്തിന്, മാനവികതയ്ക്ക് വലിയ ഭീഷണിയാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, എനിക്കെൻ്റെ മതം വിശ്വസിക്കുവാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ മതം വിശ്വസിക്കുവാനും ആചരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ മതത്തിൻ്റെ ചിഹ്നങ്ങളും ഐഡന്റിറ്റിയും കാത്തു സൂക്ഷിക്കുവാനുള്ള അധികാരവും അവകാശവുമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ മതം സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ളതോടൊപ്പം തന്നെ എൻ്റെ സഹോദരന് മറ്റൊരു മതം വിശ്വസിക്കുവാനും അത് പ്രാക്ടീസ് ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഇവിടെ ജീവിക്കേണ്ടത്. എനിക്ക് എൻ്റെ മതം മാത്രം മതി, മറ്റുള്ളവരിവിടെ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന ഒരു ധാർഷ്ട്യ സ്വഭാവം, അഹന്തയുടെ സ്വഭാവം ഇവിടെ വളർന്നു വരാൻ പാടില്ല. ഈ രാജ്യത്തിന്റെ ശില്പികള് മതനിരപേക്ഷതയാണ് ഈ രാജ്യത്തിന്റെ അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതവിശ്വാസവും ഒക്കെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ്, അത് പ്രദർശിപ്പിക്കുവാനുള്ള, പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഒരു ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ലോകത്ത് നമ്മൾ യുദ്ധങ്ങളും സംഘർഷങ്ങളും കാണുന്നു. യുദ്ധങ്ങളും സംഘർഷങ്ങളും ബാക്കി വെക്കുന്നത് എന്താണ്? നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ നഷ്ടമാകുന്നു, സ്വത്ത് നഷ്ടമാകുന്നു, അവരുടെ നാട് നഷ്ടപ്പെടുന്നു, പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ അവർ കെട്ടിപ്പടുത്തിട്ടുള്ള നാഗരികത നഷ്ടമാകുന്നു. അവർ 19 വർഷത്തെ പിന്നാക്കാവസ്ഥയിലേക്ക് തള്ളപ്പെടുന്നു എന്നല്ലേ ഓരോ യുദ്ധങ്ങളും നമുക്ക് നൽകുന്ന സന്ദേശം? 2 ലോകമഹായുദ്ധങ്ങൾ ലോകത്തിന് എന്താണ് സമ്മാനിച്ചത്? ഒരുപാട് കൂട്ടക്കുരുതികളല്ലാതെ മറ്റൊന്നും തന്നെ ലോകത്തിന് ഈ മഹായുദ്ധങ്ങളൊന്നും സമ്മാനിച്ചിട്ടില്ല. പല രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഫലസ്തീനിൽ നമ്മൾ കൂട്ടക്കുരുതി കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ഏകപക്ഷീയമായ കൂട്ടക്കുരുതിയാണ്. അതൊരു യുദ്ധം എന്ന് പോലും പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള മനുഷ്യക്കുരുതിയാണ് അവിടെ നടക്കുന്നത്. മറ്റൊരു ഭാഗത്ത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ്. ഈ അടുത്തിതാ പാകിസ്ഥാനും അതുപോലെ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള യുദ്ധങ്ങൾ ആരംഭിച്ച വളരെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ആഭ്യന്തര കലഹങ്ങളും ഗോത്രകലഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനുഷ്യ ജീവിതത്തിന്റെ ആവാസ വ്യവസ്ഥയെ പരിക്കേൽപ്പിക്കുകയാണ്, പ്രകൃതിയെ പരിക്കേൽപ്പിക്കുകയാണ്. എത്രമാത്രം ബോംബുകളാണ് ഇവിടെ വീണുകൊണ്ടിരിക്കുന്നത്. കടലിലും കരയിലും ഒക്കെ തന്നെയും നാശം വിതച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പട്ടിണി കൊണ്ട് മരിച്ചു വീഴുമ്പോ ആ ഭാഗങ്ങളിലേക്ക് നീങ്ങേണ്ട കപ്പലുകളിൽ നിറയെ, അല്ലെങ്കിൽ ധാന്യങ്ങളുമായി നീങ്ങേണ്ട കപ്പലുകളിൽ നിറയെ അപരനെ നശിപ്പിക്കുവാനുള്ള ആയുധങ്ങളുമായിട്ടാണ് കടലിലൂടെ കപ്പലുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വിമാനങ്ങളിൽ വലിയ ധാന്യങ്ങൾ എത്തിക്കേണ്ടതിന് പകരം യുദ്ധവിമാനങ്ങളാണ് നമ്മുടെ ആകാശത്ത് വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മനുഷ്യന്റെ ആർത്തിയും ലോകം കീഴടക്കുവാനുള്ള ത്വരയും അധീനപ്പെടുത്തുവാനുള്ള അഹങ്കാരവും ഒക്കെയാണ് ഇതിന്റെ പിന്നിലെന്ന് സുതരാം ബോധ്യമാവുകയാണ്. ഇന്ന് ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്ന ഒരു കൂട്ടക്കുരുതിയാണ് ഫലസ്തീനിലെ കൂട്ടക്കുരുതി എന്ന് പറയുന്നത്. അതിന്റെ ചരിത്രം നമ്മൾ അന്വേഷിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണ്. നോക്കൂ നിങ്ങൾ, 1897 അഥവാ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ സയനിസ്റ്റുകൾ ഉദയം ചെയ്യുന്നത്. തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് സയനിസ്റ്റ് പ്രസ്ഥാനത്തിന് 1897 രൂപം നൽകുന്നത്. എന്താണ് സയനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്? വംശീയതയാണ്, വർഗീയതയാണ്, ഒരു വിഭാഗത്തോടുള്ള അന്ധമായ എതിർപ്പാണ്, ഭീകരതയാണ്. ഈ 3 കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളതാണ് ഈ സിയോണിസം എന്ന് പറയുന്നത്. 1897 സയനിസ്റ്റ് പ്രസ്ഥാനം ലോകത്ത് ഉദയം കൊണ്ടതെങ്കിലും അതിന് ഇന്ധനം സ്വീകരിച്ചിട്ടുള്ളത് 11-ാം നൂറ്റാണ്ടിൽ ലോകത്തെ നശിപ്പിച്ചിട്ടുള്ള കുരിശുപടയോട്ടങ്ങളാണ്. ആ കുരിശുപടയോട്ടങ്ങളുടെ ചരിത്രം നമ്മൾ പരതുമ്പോൾ രക്തക്കറകൾ നമുക്ക് കാണാൻ കഴിയും, ചോരച്ചാലുകൾ നമുക്ക് കാണാൻ കഴിയും. അനേകായിരം മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഭീതിജനകമായ ചരിത്രമാണ് കുരിശ് യുദ്ധങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഈ സയനിസ്റ്റ് പ്രസ്ഥാനം ഇന്ധനം സ്വീകരിക്കുന്നത്. എന്തിന്? വംശീയതയ്ക്ക്, വർഗീയതയ്ക്ക്, വിഭാഗീയതയ്ക്ക്, ഭീകരപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി.
നിഷ്കരണം, നിരപരാധികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ധനം സ്വീകരിച്ചത് കുരിശ് യോദ്ധാക്കളിൽ നിന്നാണ് എന്നത് ചരിത്ര വസ്തുതയായി തെളിഞ്ഞു നിൽക്കുകയാണ്. 1897 സ്വിറ്റ്സർലൻഡിലെ ബേസൽ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന കോൺക്ലേവിലാണ് ഫലസ്തീനാണ് ജൂതന്മാരുടെ വാഗ്ദത്ത ഭൂമി എന്ന ഒരു വ്യാജ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ലോകത്തുള്ള ജൂതന്മാർ മൊത്തം ഫലസ്തീനിൽ സമ്മേളിക്കേണ്ടതുണ്ട്. അതാണ് പാലും തേനും ഒഴുകുന്ന നമ്മുടെ വേദഗ്രന്ഥം പറയുന്ന വാഗ്ദത്ത ഭൂമി എന്നായിരുന്നു ഒരു വ്യാജ പ്രഖ്യാപനം. ഇത് ലോകത്ത് വലിയ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരുന്ന ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമുണ്ടാക്കി. കാരണം ഒരു രാജ്യത്തും നിൽക്കക്കള്ളിയില്ലാതെ നിക്കപ്പുറതിയില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് സയനിസ്റ്റ് പ്രസ്ഥാനം ഇങ്ങനൊരു ആശയം അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നതിന്. അതിന് ഉപോത്ബലകമായത് 1917 ബാൾഫർ പ്രഖ്യാപനമാണ്. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഫലസ്തീനിൽ ബ്രിട്ടന് മാൻഡേറ്റ് ഉണ്ടാവുകയാണ്. ലീഗ് ഓഫ് നാഷന്റെ ഭാഗമായി കൊണ്ട് ബ്രിട്ടന് ഫലസ്തീന്റെ മാൻഡേറ്റ് ഉണ്ടാകുന്നു. 1922 മുതൽ 1947 വരെ ബ്രിട്ടന്റെ അധീനത്തിലാണ് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം. 1917 ബാൾഫറിന്റെ പ്രഖ്യാപനം വന്നു. അതിലും ഇതാ ജൂതന്മാർക്കൊരു ദേശം വേണമെന്നുള്ള പ്രഖ്യാപനം വന്നു. അത് ജൂതന്മാരെ സുഖിപ്പിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു ബ്രിട്ടീഷുകാര് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്ന് നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഈ ലോകമഹായുദ്ധങ്ങളിൽ ലോകത്തുള്ള ജൂതന്മാരുടെ പിന്തുണ ബ്രിട്ടന് ലഭിക്കുന്നതിന് വേണ്ടി, ജൂതന്മാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബാൾഫർ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയത്. ബാൾഫറിന്റെ പ്രഖ്യാപനത്തോടുകൂടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനം അനുഭവിച്ചിരുന്ന ജൂതർ ഫലസ്തീന്റെ മണ്ണിലേക്ക് ഒഴുകാൻ തുടങ്ങി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 55,000 ജൂതന്മാരാണ് ഫലസ്തീനിൽ കുടിയേറിയിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഒരു സ്വതന്ത്രമായ രാജ്യത്തേക്ക് മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾ കൂട്ടത്തോടുകൂടി കടന്നു വന്നുകൊണ്ട് അധീനപ്പെടുത്തി അവിടെയുള്ള പ്രദേശങ്ങളിൽ വീടുകൾ ഉണ്ടാക്കി അവരുടെ നാടാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഫലസ്തീനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നാം ആലോചിക്കുക, ഫലസ്തീൻ എന്ന് പറയുന്നത് മനോഹരമായ ഒരു പ്രദേശമാണ്. ഈ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഫലസ്തീൻ കണ്ടവരുണ്ടാകും. ചെറിയ ചെറിയ മനോഹരമായ കുന്നുകൾ. ഇന്ന് ആ കുന്നുകളിലൊക്കെ തന്നെയും ഇസ്രായേലർ വലിയ പ്ലോട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട്, വലിയ ഹൗസിംഗ് പ്ലോട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട്, വീടുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ അധുനാധുനിക സംവിധാനങ്ങളുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴ്ഭാഗത്ത് വളരെ ദരിദ്രമായ അവസ്ഥയിലാണ് മണ്ണിന്റെ മക്കൾ എന്ന് പറയുന്ന ഫലസ്തീൻ മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലെ അറബികൾ എന്ന് പറയുന്നത് വെറും മുസ്ലിങ്ങളല്ല, കാലങ്ങളായിട്ട് അവിടെ ജീവിക്കുന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ് ഫലസ്തീന്റെ യഥാർത്ഥ അവകാശികൾ. അതാണ് ഫലസ്തീൻകാർ എന്ന് പറയുന്നത്. അവിടെ ഏകോദര സഹോദരങ്ങളെ പോലെ അവിടെ സഹവർത്തിത്വവും സ്നേഹവും കൈമാറിക്കൊണ്ട് എന്നും ജീവിച്ചവരായിരുന്നു ഫലസ്തീനിലെ അറബികൾ എന്ന് പറയുന്നത്. അത് മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അവരുടെ നാട്ടിലാണ് ജൂതപ്പട കയ്യേറിക്കൊണ്ട് 1948 ബ്രിട്ടീഷുകാരുടെ ഒത്താശയോടുകൂടി ഒരു രാജ്യം വ്യാജമായി പ്രഖ്യാപിക്കുന്നത്. 1947 ബ്രിട്ടീഷുകാരൻ ഫലസ്തീൻ മാൻഡേറ്റ് ഒഴിവാക്കി പുറപ്പെട്ടു പോകുമ്പോൾ അവൻ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ള ഒരു അഗ്നിപർവ്വതമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രം. ഒരു രാജ്യത്തിൻ്റെ സെന്ററിൽ കൊണ്ടുവന്നുകൊണ്ട്, അതിൻ്റെ ആത്മാവിൽ കൊണ്ടുവന്ന് മറ്റൊരു രാജ്യത്തെ പ്രതിഷ്ഠിക്കുക വഴി എന്തെന്ത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കാണ് ബ്രിട്ടീഷുകാരൻ തിരികൊളുത്തിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് മിഡിൽ ഈസ്റ്റ് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. സൂയസ് കനാലില്, എണ്ണ രാഷ്ട്രീയത്തില്, ഈ രാജ്യത്തുള്ള ഈ മിഡിൽ ഈസ്റ്റിലുള്ള വലിയ വിഭവങ്ങൾ കൊള്ളയടിക്കുന്നതില് ഒക്കെ താല്പര്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ എന്നൊരു വ്യാജ രാഷ്ട്രത്തെ ഫലസ്തീന്റെ നടുക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തെ പ്രതിഷ്ഠിച്ചത് 1948 ആ വർഷത്തെ അറബികൾ വിശേഷിപ്പിക്കുന്നത് നഖ്ബ എന്നാണ്, അഥവാ മഹാദുരന്തം. അത് അറബികളുടെ മഹാദുരന്തമായിരുന്നു. 10,000-കണക്കിന് അറബികൾക്ക് ഫലസ്തീൻ വിടേണ്ടി വന്നു. 10,000-കണക്കിന് ആളുകൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു. കാരണം അവരുടെ വീടുകൾ കയ്യേറി, സ്ഥലം കയ്യേറി, അവരുടെ തോട്ടങ്ങൾ കയ്യേറി, മണ്ണ് കയ്യേറിക്കൊണ്ട്
ജൂതർ അവിടെയെല്ലാം തന്നെ അവരുടെ വീടുകൾ നിർമ്മിച്ചു, അധീനപ്പെടുത്തി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. ആയിടക്കെല്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളമായി കൊണ്ട് ജൂതർ ഫലസ്തീനിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വലിയ പിന്തുണ, ബ്രിട്ടീഷ് സമൂഹത്തിന്റെ പിന്തുണ ലഭിച്ചതുപോലെ തന്നെ യൂറോപ്പിന്റെയും അമേരിക്കയുടെയും അകമഴിഞ്ഞ പിന്തുണയോടെ ലോകത്തുള്ള ജൂതരെല്ലാം തന്നെ ഫലസ്തീനിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. 1967 6 ദിവസത്തെ യുദ്ധം നടന്നു. ആ 6 ദിവസത്തെ യുദ്ധത്തിലൂടെ കിഴക്കൻ ജെറൂസലേമും ഗസയും പടിഞ്ഞാറേക്കരയും അതുപോലുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ അധീനപ്പെടുത്തി. അറബികൾ അന്ന് നോക്കി നിന്നില്ല. അവർ അവരാൽ കഴിയുന്ന പ്രതിരോധമെല്ലാം തീർത്തു നോക്കി. പക്ഷെ 6 ദിവസം കൊണ്ട് ഇസ്രായേൽ ആ പ്രദേശങ്ങളെല്ലാം തന്നെ അധീനപ്പെടുത്തി എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ അധിനിവേശ പ്രവർത്തനങ്ങൾ ധാരാളമായി നടത്തി. ലോകത്തിന്റെ വലിയ സപ്പോർട്ട് കിട്ടി. 1967 ഇസ്രായേൽ ആ യുദ്ധത്തിൽ വിജയിച്ചതോടുകൂടി ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുവാനും ഇസ്രായേലിനെ പ്രോത്സാഹിപ്പിക്കുവാനും ഈ അധിനിവേശ ശ്രമങ്ങളെ എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്യാനും തുടങ്ങി. 1987 ആകുമ്പോഴേക്ക് അറബികൾ തെരുവിലിറങ്ങുകയാണ്. അതാണ് ഒന്നാം ഇൻതിഫാദ എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ കിട്ടുന്ന കൂർത്ത കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ പട്ടാളത്തെ അവർ നേരിടാൻ തുടങ്ങി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജൂതർ മുഴുവൻ മുസ്ലിങ്ങളുടെ വിരോധികളല്ല. അവിടെ അധീനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകള്, അവിടെ താമസിക്കുന്ന അറബികളോട് അല്ലെങ്കിൽ മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും ശത്രുത വെച്ച് പുലർത്തരുത് എന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ വിചാരിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് അവിടങ്ങളിൽ കാണാൻ കഴിയും. അത് ഏതു മതത്തിലും അങ്ങനെയാണ്. ന്യൂനാൽ ന്യൂനപക്ഷമായിരിക്കും തീവ്രവാദികള്, ന്യൂനാൽ ന്യൂനപക്ഷമായിരിക്കും ഭീകരവാദികള്. അവരാണ് മതത്തെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നവർ. ദൂരെ നിന്ന് നോക്കുന്ന ആളുകൾക്ക് തോന്നും ഇവരെല്ലാം തന്നെ നമ്മുടെ ശത്രുക്കളാണ് എന്ന്. ആഴത്തിൽ പരിധി നോക്കിയാൽ കാണാൻ കഴിയും ഇതിൽ ന്യൂനാൽ ന്യൂനപക്ഷം വരുന്ന ആളുകൾ മാത്രമാണ് മതവിരോധികളും മതഭ്രാന്തന്മാരും. അതെല്ലാ മതത്തിന്റെ പേരിലും നമുക്ക് കാണാൻ കഴിയും. അറബി പേര് പേറുന്നവരില്, ജൂതപ്പേര് പേറുന്നവരില്, ക്രൈസ്തവ പേര് പേറുന്നവരില്, ഹൈന്ദവ പേരുകൾ പേരുന്നവരില് ഒക്കെ തന്നെയും ഇതുപോലുള്ള മതഭ്രാന്തന്മാരെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ മതഭ്രാന്തന്മാരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് 1987 ആകുമ്പോഴേക്ക് ഒന്നാം ഇൻതിഫാദ വരുന്നു. യുവാക്കളും വൃദ്ധരും സ്ത്രീകളും കുട്ടികളും എല്ലാം ഇറങ്ങിക്കൊണ്ട് ഇൻതിഫാദയിൽ അഥവാ മഹാപ്രക്ഷോഭത്തിൽ പങ്കാളികളായി. അവർ കല്ലെടുത്തെറിയാൻ തുടങ്ങി ജൂതപ്പട്ടാളത്തെ. കാരണം അവരുടെ നാട് കവർന്നെടുത്ത, അവരുടെ സ്വാതന്ത്ര്യം നശിപ്പിച്ച, അവരുടെ മണ്ണ് കവർന്നെടുത്ത ഈ ജൂതപ്പടയെ തുരത്തണമെന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. 1987 തന്നെയാണ് സാന്ദർഭികമായി കൊണ്ട് ഹമാസ് എന്ന പ്രസ്ഥാനവും രൂപീകൃതമാകുന്നത് എന്ന് സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 2000 ഉണ്ടാകുമ്പോഴേക്ക് രണ്ടാം ഇൻതിഫാദ തുടങ്ങി. രണ്ടാം ഇൻതിഫാദയ്ക്ക് എന്താണ് കാരണം? ഇസ്രായേലിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ഏറിയൽ ഷാരോൺ 2000 വരുന്ന ജൂത പട്ടാളവുമായി കൊണ്ട് മസ്ജിദുൽ അഖ്സയുടെ വിശുദ്ധമായ ഭൂമിയിലേക്ക് വന്ന് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ തുടങ്ങി. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് ലോകത്തുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 3ാമത്തെ പള്ളിയാണ്. 1ാമത്തെ പള്ളി മസ്ജിദുൽ ഹറാം, 2ാമത്തെ പള്ളി മസ്ജിദുൻ നബവി മദീനയിലെ, 3ാമത്തെ പള്ളി ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയാണ്. അത് പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ് പുളകിതമായ മണ്ണാണ്. പ്രവാചകന്മാരുടെ സംഗമ ഭൂമിയാണ്. വബാറക്നാ ഹൗലഹു എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഐശ്വര്യവും അഭിവൃദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. നിരവധി പ്രവാചകന്മാർ വന്ന, നിരവധി പ്രവാചകന്മാരുടെ ദഅവത്തിന് വേദിയായ, നിരവധി പ്രവാചകന്മാരുടെ പലായനത്തിനും അതുപോലെ തന്നെ സഞ്ചാരത്തിനും ഇടവന്ന ഒരു പ്രദേശം. ആ പ്രദേശത്ത് കടന്നു വന്നുകൊണ്ട്, ഖുദ്സിൽ കടന്നു വന്നുകൊണ്ട് മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ച് തെരുവിലിറക്കാനാണ് ഏറിയൽ ഷാരോൺ ശ്രമിച്ചത്. അപ്പൊ രണ്ടാം ഇൻതിഫാദയുണ്ടായി. അങ്ങനെ അവരാൽ കഴിയുന്ന രൂപത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഫലസ്തീൻ ജനത പ്രതിരോധം തീർത്തിട്ടുണ്ട്. അങ്ങനെയാണ് PLO എന്ന് പറയുന്ന ഒരു സംഘടന നമുക്ക് കാണാൻ കഴിയും. യാസർ അറാഫാത്ത് എന്തെല്ലാം തരത്തിലുള്ള അധിക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ അദ്ദേഹത്തിന് നേരെ ചൊരിഞ്ഞാലും ഈ ഫലസ്തീൻ പ്രശ്നത്തെ ലോകവേദികളിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹമാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്ത് ഇന്ദിരാഗാന്ധിയുമായി കടന്നു വന്നുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇന്ത്യയുടെ വലിയ പിന്തുണ നേടിയെടുക്കുവാൻ യാസർ അറാഫാത്തിന് അന്ന് സാധിച്ചിരുന്നു. അദ്ദേഹത്തിന് വിവേകമുണ്ടായിരുന്നു. കാരണം ഫലസ്തീൻ ജനതക്കൊരു മോചനമുണ്ടാവണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്.
അതല്ലാതെ പലസ്തീൻ ഇഷ്യൂ ഒരു അവിവേകത്തിന്റെ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ട് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കണമെന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ തീ കൊടുക്കണമെന്ന് അവിവേകത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കണമെന്ന് ഒരിക്കലും യാസിർ അറാഫാത്തിൽ നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് വികാരജീവികളായ ആളുകൾ യാസിർ അറാഫാത്തിനെ പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതൊക്കെ രാഷ്ട്രീയമായൊരു വിഷയമാണ്. ഞാൻ അതിൻ്റെ ചരിത്ര നാളുകളിലേക്ക് പ്രവേശിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. അവസാനമായിട്ട് എന്താ ഉണ്ടായത്? ഈ 2 വർഷത്തിനിടയിൽ തികച്ചും കൃത്യമായി പറഞ്ഞാൽ 2023 ഒക്ടോബർ 7 ആ ഗസയിലുള്ള ഹമാസ് എന്ന പ്രസ്ഥാനം ഒരാക്രമണം നടത്തുകയുണ്ടായി, അല്ലെങ്കിൽ ഒരു തിരിച്ചടി നൽകുകയുണ്ടായി ഇസ്രായേലിന്. ആ ഇസ്രായേലിന് ഒരു തിരിച്ചടി നൽകിയപ്പോൾ അതിൻ്റെ പ്രതികാരമെന്നോണമാണ് ഈ 2 വർഷമായി കൊണ്ടുള്ള ഏകപക്ഷീയമായ ആക്രമണമുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹമാസ് നടത്തിയതിനെ സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ഹമാസ് ആക്രമണം നടത്തിയിരുന്നെങ്കിലും ഇല്ലെങ്കിലും ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന ഈ പണികളെല്ലാം അവർ ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു 20 വർഷം ചെയ്യേണ്ട പദ്ധതി 2 വർഷം കൊണ്ട് തന്നെ പൂർത്തിയാക്കുവാൻ ഇസ്രായേലിന് സാധിച്ചത് ഈ ആക്രമണമാണ് എന്നാണ് ലോകപ്രസിദ്ധ പത്രങ്ങളും അതുപോലെ വിശകലന വിദഗ്ധരുമെല്ലാം തന്നെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസ തകർക്കുക എന്നുള്ളത് ഇവിടുത്തെ ഇസ്രായേലിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഗസ എന്ന് പറയുന്നത് മനോഹരമായ ഒരു പ്രദേശമാണ്, മനോഹരമായ പ്രദേശം, വലിയ ഒരു പോർട്ടുണ്ടാക്കാൻ പറ്റിയ, ലോകത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്ന പോർട്ടുണ്ടാക്കാൻ പറ്റിയ പ്രദേശം. അതുകൊണ്ടാണല്ലോ ട്രംപ് പറഞ്ഞത് യൂറോപ്യൻ ടൂറിസ്റ്റ് നഗരത്തെ പോലെ ഗസയെ ഞങ്ങൾ വളർത്തുമെന്ന് പറയാനുള്ള കാരണം അവിടുത്തെ വിഭവങ്ങളും സ്ട്രാറ്റജിക്കലായിട്ട് അവിടെയുള്ള പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഗസയെ തകർക്കണമെന്നുള്ളത് ഇസ്രായേലിന്റെ എന്തെയും ആഗ്രഹമാണ്. ലോകത്ത് ചെറുത്തുനിൽപ്പ് അച്ചുതണ്ട് എന്ന് പറയുന്ന ഒരു അച്ചുതണ്ടുണ്ട്. ഹമാസും ഹിസ്ബുള്ളയും ഹൂസികളും അതുപോലെ തന്നെ റവല്യൂഷൻ ഗാർഡും ഒക്കെ അടങ്ങുന്ന ചെറുത്തുനിൽപ്പ് അച്ചുതണ്ട് എന്ന് പറയുന്ന ഇറാന്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഇറാന്റെ സപ്പോർട്ടോടുകൂടി നിൽക്കുന്ന ഈ സംഘങ്ങളെ പരാജയപ്പെടുത്തണം, കൊന്ന് നശിപ്പിക്കണം എന്നതൊരാഗ്രഹമായിരുന്നു. അതും വളരെ ഭംഗിയായിക്കൊണ്ട് ഇസ്രായേൽ അവർക്ക് വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിൽ നടപ്പിലാക്കുവാൻ അവർക്ക് സാധിച്ചു. അതുപോലെ ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് ഭീതി ഉണ്ടാക്കണമെന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമായിരുന്നു, അതും സാധിച്ചു. അങ്ങനെ എല്ലാ നിലക്കും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കണം, ഈ രാജ്യത്തെ തന്നെ ഫലസ്തീനെ തന്നെ നശിപ്പിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് കരുക്കൾ നീക്കിയിരുന്ന ഇസ്രായേലിന് കിട്ടിയ ഒരു അവസരമായി കൊണ്ട് ഈ 2 വർഷത്തെ അവർ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 70,000 നിരപരാധികൾ കൊല്ലപ്പെട്ടു, 10,000-കണക്കിന് കുഞ്ഞുമക്കള്, 10,000-കണക്കിന് വൃദ്ധര്. ഇന്നൊരൊറ്റ ഹോസ്പിറ്റൽ പോലും ഗസയിലില്ല, ഒരൊറ്റ സ്കൂൾ പോലും ഗസയിലില്ല. അവിടെ മനുഷ്യർക്ക് താമസിക്കാൻ ഒരൊറ്റ വാസയോഗ്യമായ കെട്ടിടം പോലുമില്ല. പലായനം ചെയ്യാൻ എവിടേക്കാണ് അവർ പലായനം ചെയ്യുക? ഒരു ഭാഗത്ത് കടലാണ്, മറുഭാഗത്ത് കരയാണ്. അവിടെ കരയുദ്ധമാണ് നടക്കുന്നത്. കടലിലൂടെ അവർക്ക് എന്തെങ്കിലും സഹായവുമായിട്ടെത്തുന്ന സമൂത് ഫ്ലോട്ടിലെ പോലും തുരത്തുവാനാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തുള്ളി മണ്ണെണ്ണ പോലും നൽകുന്ന പണിയില്ല, അല്ലെങ്കിൽ വൈദ്യുതി നൽകില്ല, മരുന്ന് നൽകില്ല. അങ്ങനെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന പട്ടിണിക്കോലങ്ങളെ നമ്മൾ പത്രങ്ങളിലൂടെ കണ്ടു. ഇത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് ലോകം പറഞ്ഞു. ഇത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് പറഞ്ഞു. നമ്മൾ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ തലസ്ഥാന നഗരികളിലും ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരക്കുന്ന പ്രകടനങ്ങൾ നടന്നു ഫലസ്തീൻ അനുകൂലമായി കൊണ്ട്. എന്തുകൊണ്ടാണത്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയത്തിൽ ഇടപെടുകയല്ല അവർ. ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ്, വംശീയ ഉന്മൂലനമാണ്, ജനോസൈഡാണ് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇടപെട്ടത്. അതിന്റെ ഫലമുണ്ടായി. ലോകത്തിന്റെ മുന്നിൽ ഇസ്രായേൽ നാണം കെട്ടു. നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ലോക കോടതിയുടെ മുമ്പിൽ വിചാരണക്ക് നിൽക്കേണ്ടി വരുമെന്നുള്ളൊരവസ്ഥ വന്നു. അദ്ദേഹത്തിന് അഴിമതിയിൽ കുളിച്ചു കിടക്കുന്ന ഭരണമാണ്, ജയിലിൽ പോകേണ്ട അവസ്ഥ വന്നു. ആ സന്ദർഭത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു സമാധാന പദ്ധതിയുമായി കടന്നു വന്നത്. ഈജിപ്തിലെ ഷർമു ഷെയ്ഖില് ചെങ്കടൽ തീരത്ത് വലിയ ഒരു സമാധാന ചർച്ച നടന്നു. ഖത്തറും അതുപോലെ തുർക്കിയും ഈജിപ്തും ഒക്കെ നേതൃത്വം നൽകിക്കൊണ്ട് സമാധാന ചർച്ച. അതിലാണ് താൽക്കാലികമായി യുദ്ധം അവസാനിപ്പിക്കാമെന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. ബന്ദികളെ കൈമാറി പരസ്പരം, ഫലസ്തീൻകാർ ഇങ്ങോട്ട് കൈമാറി, ഇസ്രായേൽ ബന്ദികൾ അങ്ങോട്ടും കൈമാറി. താൽക്കാലികമായൊരു വെടിനിർത്തൽ വന്നു. പക്ഷേ ഇന്നും ഇന്നലെയുമായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ശുഭകരമല്ല.
നൂറുകണക്കിന് മനുഷ്യർ ഇപ്പോഴും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് സ്വാഭാവികമാണ്. കാരണം ഒരു യുദ്ധം നടന്നാൽ അവിടെ ഒരുപാട് നിഗൂഢ സംഘങ്ങൾ ഉണ്ടാകും, ഇരുപക്ഷത്തും ഉണ്ടാവാം. ആ നിഗൂഢ സംഘങ്ങൾ ആയുധങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് അരാജകത്വം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കും. അതെല്ലാ നാടുകളിലും യുദ്ധം കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ്. അതിനെ കൂടി പരാജയപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ഫലസ്തീനികൾക്ക് ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. ലോകം ഇപ്പോൾ വിളിച്ചു പറയുന്നത് 2 രാഷ്ട്രങ്ങളായിക്കൊണ്ട് ഫലസ്തീനെ വിഭജിക്കണമെന്നുള്ളതാണ്. 1967 അതിർത്തിക്കനുസരിച്ച് കിഴക്കൻ ഖുദ്സ് തലസ്ഥാനമായിക്കൊണ്ട് ഫലസ്തീൻ ഒരു രാഷ്ട്രം വരണം. ഇനി മൊത്തം ജൂതരെയും ഫലസ്തീനിൽ നിന്ന് പറഞ്ഞയച്ച് ഫലസ്തീനികൾക്ക് മാത്രം ഫലസ്തീൻ എന്നുള്ളത് പ്രായോഗികമല്ല എന്നാണ് സൗദി അറേബ്യയും ഫ്രാൻസും അതുപോലുള്ള ലോകരാഷ്ട്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ടിത് പറയുമ്പോൾ അംഗീകരിക്കുവാൻ ആർക്കും സാധിച്ചിരുന്നില്ല. കാരണം അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമായിരുന്നില്ല. കാരണം യാതൊരു നീതിയുമില്ലാതെ ഒരു രാജ്യത്ത് വന്ന് മറ്റൊരു വ്യാജ രാഷ്ട്രത്തെ കുടിയിരുത്തിയതാണ്. ആ കുടിയിരുന്നവരാണ് പുറത്തു പോകേണ്ടത് എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പ്രാക്ടിക്കലായ ചില കാര്യങ്ങൾ കാലം ആവശ്യപ്പെടുന്നുണ്ട്. വരും തലമുറക്ക് ഫലസ്തീനിൽ വളർന്നു വരുന്ന കുഞ്ഞുമക്കൾക്ക് ഞങ്ങൾ രാജ്യത്തിന്റെ ഭാഗമാണ് എന്നെങ്കിലും തെളിയിക്കുവാൻ അവർക്ക് പേരിനെങ്കിലും ഒരു രാഷ്ട്രം വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഖുദ്സ് തലസ്ഥാനമായിക്കൊണ്ട് ഒരു രാജ്യം വരണം, ഇസ്രായേലിന് മറ്റൊരു രാജ്യവും. അങ്ങനെയുള്ള ചർച്ചകൾ ലോകത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്കിലും മിഡിൽ ഈസ്റ്റിൽ കുറച്ചെങ്കിലും സമാധാനമുണ്ടാവൂ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വിവേകമാണ് അതിജയിക്കേണ്ടത്, വികാരമല്ല. പലപ്പോഴും യുദ്ധങ്ങളിലും സംഘർഷങ്ങളിലും സംഘട്ടനങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്നത് പലപ്പോഴും അവിവേകമായിരിക്കും, അവിവേകികളായിരിക്കും. വിവേകത്തോടു കൂടി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്തരം ഒരു സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ തൂമ്പയെ തൂമ്പ എന്ന് വിളിക്കുന്നത് പോലെ ഭീകരതയെ ഭീകരത എന്ന് വിളിക്കും. അത് മുസ്ലിങ്ങൾ ചെയ്യാലും അത് സായുധ സംഘങ്ങൾ ചെയ്താലും മുസ്ലിം രാജ്യങ്ങൾ ചെയ്താലും ഭീകരത ഭീകരത തന്നെയാണ്. ഭീകരതയെ ഒരു മതവുമായിട്ട് കൂട്ടിച്ചേർക്കരുത് എന്നാണ് ഇസ്ലാമിക സമൂഹം ലോകത്തോട് വിളിച്ചു പറയുന്നത്. കാരണം ഭീകരത എന്ന് പറയുന്നത് ക്രിമിനലിസമാണ്. അതൊരു മതവുമായി ബന്ധമുള്ളതല്ല, ക്രിസ്തു മതവുമായി ബന്ധമുള്ളതല്ല, അതുപോലെ ജൂതമതവുമായി ബന്ധമുള്ളതല്ല, ഇസ്ലാമുമായി ബന്ധമുള്ളതല്ല, ഏതെങ്കിലും ഒരു മതവുമായി ബന്ധമുള്ളതല്ല തീവ്രവാദവും ഭീകരവാദവും എന്ന് പറയുന്നത്. ആ പേര് പേറുന്ന ആരെങ്കിലും അത് ചെയ്തു എന്ന് കരുതേ ആ ക്രിമിനലുകളെ മതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഉപന്യസിക്കുന്നതാണ് ഏറ്റവും വലിയ അപരാധമെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം യുദ്ധങ്ങളിൽ നിന്നെല്ലാം നമുക്ക് പാഠം പഠിക്കാനുള്ള കാര്യമെന്ന് പറയുന്നത് വിവേകം നഷ്ടപ്പെട്ടാൽ നാട് കുട്ടിച്ചോറാകും. നാട് കുട്ടിച്ചോറാക്കി രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലരും ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുണ്ടാവാം. അവർക്കതൊരു വികാരത്തിന്റെ അല്ലെങ്കിൽ ആളെ കൂട്ടാനുള്ള ആവേശം കൂട്ടാനുള്ള ഒരു ഇഷ്യൂ ആയി മാറിയേക്കാം. പക്ഷേ യുദ്ധങ്ങളുടെ ഇരകൾ നിരപരാധികളായ മനുഷ്യരാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. വിവേകമാണ് നമ്മുടെ തലയിൽ ഉദിക്കേണ്ടത്. വിവേകത്തോടുകൂടി നീങ്ങിയെങ്കിൽ മാത്രമാണ് നാട്ടിൽ വികസനവും വളർച്ചയും ഉണ്ടാകൂ. ഫലസ്തീനിൽ എന്ത് ദഅ്വാ പ്രവർത്തനമാണ് നടക്കുക? യുദ്ധങ്ങൾ നടക്കുന്നിടത്ത് എന്തൊരു ദഅ്വാ പ്രവർത്തനമാണ് നടക്കുക? എന്ത് പുരോഗതിയാണ് ആ സമൂഹത്തിൽ വളരുക? കാരണം അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് പ്രയാസങ്ങളാണ്, യുദ്ധങ്ങളാണ്, ഒന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല. സ്വന്തം ആരാധനാ കർമ്മങ്ങൾ പോലും നിർഭയത്വത്തോടെ നിർവഹിക്കാൻ കഴിയാതെ നിരാലംബരായി കഴിയുന്ന ഫലസ്തീൻ ജനത നമ്മുടെ കൺമുന്നിൽ നിൽക്കേണ്ടതുണ്ട്. ദൈവം നമുക്ക് നൽകിയ ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർഭയത്വത്തിന്റെയും അന്തരീക്ഷം എത്രത്തോളം വലുതാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കരുത്. വെറുതെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതും കേട്ടതും പറഞ്ഞും പ്രചരിപ്പിച്ചും സമാധാനാന്തരീക്ഷം തകർക്കരുത്. പലപ്പോഴും യൂത്തിനെ കെണിയിൽ വീഴ്ത്തുന്നതിന് വേണ്ടിയുള്ള നിഗൂഢ സംഘങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വികാരത്തള്ളിച്ച ഉണ്ടാകണം, അതിനുവേണ്ടി ഓരോ ആശയങ്ങൾ ഉണ്ടാക്കും, ചാനലുകളും അതിനനുസരിച്ചുകൊണ്ട് ആളുകളെ തുള്ളിച്ചാടിക്കുന്നു. ഇതൊന്നുമല്ല യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് സ്വസ്ഥതയും സമാധാനവും ഇവിടെ നിലനിൽക്കുമ്പോഴാണ്. നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്നത് മനുഷ്യ ജീവനെ മുഴുവൻ എടുക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഒരു മനുഷ്യനെ ജീവിപ്പിച്ചാൽ അത് ഈ മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിക്കുന്നതിന് തുല്യമാണ്. ഒരു മനുഷ്യനെ അകാരണമായി വധിച്ചാൽ, ഒരു നിരപരാധിയെ നിഷ്കരണം നിഹനിച്ചാൽ മനുഷ്യ സമൂഹത്തോടാണ് അവൻ വെല്ലുവിളിക്കുന്നത് എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അതുകൊണ്ട് ഏത് സായുധ സംഘങ്ങളും നരവേട്ട നടത്തിയാൽ, മനുഷ്യക്കുരുതി നടത്തിയാൽ അത് ഭീകരതയാണ് എന്നുറക്കെ പ്രഖ്യാപിക്കുവാൻ
ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാം നിൽക്കുക. നമ്മുടെ ഐക്യദാർഢ്യത്തിൽ ഏറ്റവും മികച്ചു നിൽക്കേണ്ടത് പ്രാർത്ഥന തന്നെയാണ്. ഒരു നാൾ ഖുദ്സിന് വിമോചനമുണ്ടാകും. കാരണം മസ്ജിദുൽ അഖ്സ മുസൽമാന്റെ ഹൃദയത്തിൽ തിളങ്ങുന്ന ഒന്നാണ്. അവന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ആവേശമാണ് മസ്ജിദുൽ അഖ്സ. അത് നശിപ്പിക്കുവാൻ ആരെയും അനുവദിക്കില്ല. ആ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് സ്വസ്ഥതയും സമാധാനവും കൈവരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വിവേകത്തോടുകൂടി കാര്യങ്ങൾ നീക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.